ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ അലിസയാണ്. അലിസ ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിക്കുന്നത് ഗോതമ്പ് അടിക്ക് പിടിക്കുന്നതായിട്ടാണ്. ഇനി കഴുകി വെച്ച ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കിലോ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇളക്കുക, നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് വേവിക്കാൻ വേണ്ടി മൂടി വെക്കാം. 4 വിസിലിന് ശേഷം തുറന്ന് നോക്കാം. ഗോതമ്പ് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലില്ലാത്തതാണ് നല്ലത്. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇനി 4 വിസിലിന് ശേഷം വീണ്ടും ഇത് തുറക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു വിധം വെന്ത് അലിഞ്ഞ് വന്ന് ഇനി ഇതിങ്ങനെ നല്ലോണം കുത്തി ഉടച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. 1 പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽമ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കും, പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിൽമ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. മിൽമ പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ സെറ്റാവോളം ഇളക്കിക്കൊണ്ടേ നിൽക്കുക. കുറച്ചും കൂടി വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അൽസ റെഡിയായി വരുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇനി ഇത് അൽസയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അൽസ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.